നമ്മുടെ LDC പരീക്ഷ വരുവാണ്. നമുക്കിവിടെ പ്രധാനമായിട്ടും വേണ്ടത് ഒരു വോയിസ് റെക്കോർഡറാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ഒരു തസ്തികയാണ് LDC. അപ്പോൾ ഒരു ബിഗിനർ ലെവലിൽ നിന്ന് 5 മിനിറ്റ് കിട്ടിയാൽ പോലും നമുക്ക് ഇന്ന ടോപ്പിക്ക് പഠിച്ച് കളയാം എന്ന് ചിന്തിക്കുന്ന ഒരു ലെവലിലോട്ട് നമ്മളെത്തണം. ഒരു PSC കാൻഡിഡേറ്റ് ഡെയിലി 6-7 മണിക്കൂറൊക്കെ പഠിക്കുമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും അതൊരു അത്ഭുതത്തോടെയാണ് കേൾക്കുന്നത്. കാരണം ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിനെ പഠിപ്പിച്ച് വെച്ചേക്കുവാണ്. ആ ഒരു മൈൻഡ് സെറ്റാണ് ആദ്യം മാറേണ്ടത്. നമ്മൾ പെട്ടെന്നൊരു ദിവസം ഞാനിന്ന് 7 മണിക്കൂർ പഠിക്കും എന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് വെച്ചോ, അത് ചിലപ്പോൾ നടക്കണമെന്നില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെയിലി ടാർഗറ്റ് വെച്ച് പഠിക്കാം. മിനിമം 1 അവർ ആദ്യത്തെ ദിവസം വെച്ചു അത് കംപ്ലീറ്റ് ചെയ്യുന്നു. അത് പിന്നെ നമ്മൾ വരും ദിവസങ്ങളിൽ ഗ്രാജുവലി മണിക്കൂറുകൾ കൂട്ടി വരുന്നു. അവസാനം കിട്ടുന്ന സമയത്തെല്ലാം പഠിക്കാമെന്ന ചിന്താഗതിയിലോട്ട് എത്തും. അവിടെയാണ് വിജയം. നിങ്ങളിപ്പോൾ ഒരു റാങ്ക് ഫയൽ അല്ലെങ്കിൽ ഒരു SCRT ടെക്സ്റ്റ് ബുക്ക് ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുകയാണെന്ന് വെച്ചോ, നമുക്കിത് റിവൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നൈസായിട്ട് ഇത് സ്കിപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത്, ആദ്യം വായിക്കുന്ന ടൈമിൽ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ടല്ലോ, വോയിസ് റെക്കോർഡ് ഓൺ ആക്കണം. എന്നിട്ട് പഠിക്കണം. അതായത് ഇപ്പോൾ ഒരു പേജിൽ വലിച്ചു നീട്ടി എഴുതിയേക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ മിനിറ്റുകളുണ്ട് അത് ഷോർട്ടായിട്ട് വായിക്കാൻ പറ്റിയേക്കും. ഇപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതി വലിച്ചു നീട്ടി എഴുതിയേക്കുമായിരിക്കും റാങ്ക് ഫയലിൽ. നമുക്കത് എളുപ്പത്തിൽ വായിക്കാം. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. നിലവിൽ വരുമ്പോൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയും ഫക്രുദ്ദീൻ അലി അഹമ്മദ് രാഷ്ട്രപതിയുമായിരുന്നു. ശുപാർശ ചെയ്തത് സുരൻ സിംഗ് കമ്മിറ്റിയാണ്. ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി 42 പാർലമെൻറ്റ് പാസ്സാക്കിയത് 1976 നിലവിൽ വന്നത് 1977 ജനുവരി 3. സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത എന്നിവയാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒറ്റ പേജിൽ വലിച്ചു നീട്ടി എഴുതിയേക്കുന്നത്. നമുക്കിത് മിനിറ്റുകൾ കൊണ്ട് വായിച്ച് പഠിക്കാൻ പറ്റിയില്ലേ? ഈ വോയിസ് റെക്കോർഡ് റിവൈസ് ചെയ്ത് കേൾക്കുമ്പോൾ റിവിഷനുമായി. സ്വന്തം വോയിസിൽ കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു വോയിസ് ചേഞ്ചർ വെച്ച് പഠിക്കുക. എന്തായാലും പഠിച്ചാൽ മതി. പിന്നെ വരുന്നത് കറണ്ട് അഫയേഴ്സ്. നിങ്ങൾ ഓരോ സബ്ജക്റ്റും പഠിക്കുമ്പോൾ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയായിരിക്കണം പഠിക്കാനുള്ളത്. ആനുകാലികം ഏകദേശം 20 മാർക്കിനാണ് LDC എക്സാമിൽ ചോദ്യം വരാൻ പോകുന്നത്. പിന്നെ ഉള്ളത് മാത്സും ഇംഗ്ലീഷുമാണ്. നമ്മളിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണമെന്ന് പറയുമെങ്കിലും നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന വീഡിയോ കണ്ടാലും മതി, നിങ്ങൾക്കത് ഏകദേശം മനസ്സിലാവും. നമ്മുടെ എക്സാമിന് ഇനി വലിയ ടൈം ഗ്യാപ്പൊന്നുമില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയം നല്ലപോലെ ഉപയോഗപ്പെടുത്തുക. ഇനി പഠിച്ചാൽ മതിയോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും പ്രസക്തിയില്ല. കിട്ടുന്ന സമയം നല്ലപോലെ ഉപയോഗപ്പെടുത്തുക. അതനുസരിച്ചുള്ള റിസൾട്ടും കിട്ടും.